നമസ്തേ. നമസ്തേ. ഇന്ന് ഡോക്ടർ രാജനാണ് എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ജീവിതത്തിലുള്ള പല പല ഘട്ടങ്ങളിലായിട്ടുള്ള ജീവിത ദർശനങ്ങളും നമ്മൾ ചോദിച്ചറിയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. എൻ്റെ ചാനൽ കൂടുതൽ കാണുന്നവർ 99% നല്ല ആത്മീയ ലെവലിലുള്ളവരാണ്. എന്നിരുന്നാലും അതല്ലാതെ ആദ്യമായിട്ട് കാണുന്നവരുടെ അടുത്താണ് ഞാൻ ഇത് പർട്ടിക്കുലർലി പറയുന്നത്. നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് ലോകങ്ങളും എനർജിയും നമ്മളുടെ ചുറ്റിനുമുണ്ട്. ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 30 വയസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു ലോകമല്ല രാജൻ സാർ 73 വയസ്സിൽ മനസ്സിലാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ അറിയാത്ത പല പല എക്സ്പീരിയൻസിലേക്ക് അദ്ദേഹം കടന്നു പോയിട്ടുണ്ടാവാം, എനിക്കറിയില്ല. അപ്പം മറ്റൊരാൾ പറയുന്നത് ശരിയല്ല, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കടലിലേക്ക് നോക്കിയിട്ട് ഇത്രയേ ഉള്ളൂ കടലെന്ന് പറയുന്ന പോലെയാണ്. ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനനുസരിച്ചാണ്. ഇത് ജസ്റ്റ് ഒരു നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിന് ഒരു തോട്ട് തന്നുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. സാറേ, വെൽക്കം. നമസ്തേ. സാറിനെ അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് സാറിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ ഒരു ലഘുവായിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ കൊടുത്താൽ നന്നായിരിക്കും. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്റെ പേര് ഡോക്ടർ രാജൻ. ഞാനൊരു ആയുർവേദ ഡോക്ടർ, റിട്ടയർഡ് ആണ്, ഗവൺമെന്റ് റിട്ടയർഡ് ആണ്. അപ്പോ എന്റെ അനുഭവങ്ങള് സർവീസ് സമയത്തും സർവീസിന് മുമ്പും ചെറുപ്പകാലത്തും ഉണ്ടായതൊക്കെ ഓർമ്മയിൽ വരുമെങ്കിൽ അത് കുറെയൊക്കെ എനിക്ക് പറയാൻ പറ്റും. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. സാറിന്റെ ഏത് ഘട്ടങ്ങളിൽ നിന്നാണ് സാറിന് തുടങ്ങേണ്ടത് അവിടുന്ന് തന്നെ തുടങ്ങിക്കോളൂ. ഇപ്പം ചെറുപ്പകാലത്തിൽ നിന്ന് തുടങ്ങണമെങ്കിൽ അങ്ങനെ തുടങ്ങാം, അല്ലെങ്കിൽ സാറിന്റെ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് അതിൽ നിന്ന് തുടങ്ങാം. അല്ല, സാറ് ഇതിനു മുമ്പ് നിരീശ്വരവാദത്തിലുണ്ടായിരുന്നു, ആ ഏരിയയിൽ നിന്ന് തുടങ്ങണമെങ്കിൽ അവിടെ നിന്ന് തുടങ്ങാം. ഇറ്റ്സ് യുവർ ചോയ്സ്. എന്റെ അനുഭവങ്ങള് എനിക്ക് തന്നെ രണ്ടായിട്ട് തിരിക്കാമെന്ന് തോന്നുന്നു. ഏതാണ്ട് ചെറുപ്പകാലത്ത് കുറെ അനുഭവങ്ങളുണ്ടായി. അതിനുശേഷം കുറെ കാലത്ത് ഒരു അനുഭവമില്ല. ഈ പഠിത്തമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കാര്യമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു 33 വയസ്സോടു കൂടിയാണ് ചില അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയത്. അത് നിരീശ്വരവാദ സംഘടനയിലെ മലയാളികളുടെ തലതൊട്ടപ്പനായ A.T. കോവൂര് സാറാണ് അതിന് കാരണക്കാരനായത്. ഇദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ വെച്ചൊരിക്കല് 78-ലാണെന്ന് തോന്നുന്നു, ഒരു ക്ലാസ്സില് BJT ഹാൾ തിരുവനന്തപുരം വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഈ യോഗയെ പറ്റി പഠിച്ചിട്ട് അതിനകത്ത് കഴിയുന്നിടത്തോളം ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് ഇതെല്ലാം ശുദ്ധ അബദ്ധമാണെന്ന് നിങ്ങൾ വരുത്തി തീർക്കണം. എന്നിട്ട് നിങ്ങൾ പൊതുജന സമക്ഷം സമ്മതിക്കണം, തെളിയിക്കണം, അത് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് അതിനുശേഷം അപ്പോഴൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. അപ്പോഴൊക്കെ ഉടൻ തന്നെ ചാടിക്കയറി ചെയ്യാൻ ഞാനോട്ട് പോയതുമില്ല. കാരണം യോഗയാണ്, ഇത് എവിടെയാണ് ഇതിന്റെ പെശകം നമുക്കറിയില്ല. ഏതായാലും കുറെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാല് പതഞ്ജലി യോഗസൂത്രം, വിവേകാനന്ദന്റെ മിക്ക പുസ്തകങ്ങളും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ എഴുതിയ ശ്രീരാമകൃഷ്ണ വചനാമൃതം, അതാണ് എന്നെ കൂടുതലായിട്ട്
എന്നെ ആകർഷിച്ചത്. കാരണം അതിനകത്ത് വിവേകാനന്ദന്റെ അവതാരികയും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പിന്നീട് ഹഠയോഗ പ്രദീപിക, പിന്നെ ഹഠയോഗ പ്രദീപിക തുടങ്ങിയിട്ടുള്ള മിക്ക പുസ്തകങ്ങളും വായിച്ച് മനസ്സിലാക്കാനും ഇതിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അക്കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന പല യോഗികളുടെ പുസ്തകങ്ങള്, ഉദാഹരണത്തിന് വടകര സിദ്ധാശ്രമത്തിലെ സിദ്ധവേദം, പിന്നെ ആലത്തൂര് ശിവയോഗികളുടെ നല്ലൊരു പുസ്തകമുണ്ട് യോഗയുടെ. ഇതൊക്കെ വായിച്ചു നോക്കിയപ്പോ ഒരു കോൺഫിഡന്റ് അത്ര വലുതായിട്ട് തോന്നിയില്ല, അപകടകാരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ പല പുസ്തകങ്ങളും വായിച്ച് പതുക്കെ ഇത് പരീക്ഷിക്കാൻ തുടങ്ങി. ചെറുതായിട്ട് എവിടെ മുതൽ തുടങ്ങണം എന്നറിയില്ല. അതെ, എവിടെ മുതൽ തുടങ്ങണമെന്നറിയില്ല. എന്തായാലും പ്രാണായാമം നമ്മളുടെ പ്രധാന പുസ്തകമായ പതഞ്ജലി യോഗ സൂത്രത്തില് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി, ഇങ്ങനെയാണ് അതിന്റെ ക്രമം. അപ്പം യമം എന്ന് പറയുമ്പോൾ മിക്കവാറും കേട്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും അറിയാം. അഹിംസ, സത്യാസ്തേയം, ബ്രഹ്മചര്യ, അപഗ്രഹം, ഇതൊക്കെയാണ്. ഇതൊക്കെ ഒരു ജീവിതകാലം മുഴുവൻ ചെയ്തെങ്കിലേ ഈ യമത്തിന്റെ പോലും പൂർണ്ണത കൈവരിക്കാൻ പറ്റുമോ? അതിനൊന്നും എനിക്ക് ടൈം ഉണ്ടായില്ല. കാരണം വയസ്സ് പകുതിയോളം കഴിഞ്ഞു. അപ്പോ അതുകൊണ്ട് യമ നിയമാദികൾ ഞാനങ്ങ് വിട്ടിട്ട് പ്രാണായാമത്തിൽ നേരിട്ട് പ്രവേശിക്കുക ചെയ്തു. പ്രാണായാമം മുതൽ ഹഠയോഗ പ്രദീപികയിൽ പറഞ്ഞിരിക്കുന്നത് ഇതുമെല്ലാം കൂടെ ചേർത്ത്, പിന്നെ ഈ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആലത്തൂർ സിദ്ധയോഗികളുടെ ആലത്തൂർ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന പുസ്തകമാണ് കൂടുതൽ സഹായിച്ചത്. മോക്ഷപ്രദീപം. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് ഒരു പരിശീലനം അങ്ങ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഒരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും നേടാനോ ഒന്നിനു വേണ്ടിയല്ല. എന്തെങ്കിലും ഇതിനകത്ത് കിട്ടുമോ കിട്ടത്തില്ലയോ, അല്ലെങ്കിൽ ഇത് ഫലപ്രാപ്തമുള്ളതാണോ അതോ ഫലപ്രാപ്തി ഇല്ലാത്തതാണോ, ചുമ്മാതെ ആൾക്കാർ ജീവിതം നഷ്ടപ്പെടുത്തുകയാണോ എന്നുള്ള ഒരു സംശയം മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ ഇതിനകത്തുനിന്നൊന്നും ലഭിക്കണമെന്നും എനിക്ക് ആഗ്രഹമൊന്നുമില്ല. ഞാൻ അങ്ങനെ പ്രാണായാമത്തിൽ സ്റ്റാർട്ട് ചെയ്തു. പ്രാണായാമത്തില് സ്റ്റാർട്ട് ചെയ്തത് ഈ ആലത്തൂർ സിദ്ധയോഗികളുടെ ശിവയോഗികളുടെ മോക്ഷപ്രദീപത്തിൽ പറയുന്ന രൂപമാണ് ഞാൻ കൂടുതൽ ആകർഷിച്ചത്. കൂടാതെ കൊണ്ട് ഈ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിലെ വിവേകാനന്ദന്റെ അവതാരിക, അത് തന്നെ കൂടുതലായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് എങ്ങനെ പ്രാണൻ എടുക്കണം, എങ്ങനെ പ്രാണനെ കുംഭിക്കണം, എങ്ങനെയൊക്കെയാണ് ബന്ധനം ചെയ്യേണ്ടത്, അങ്ങനെ ത്രിബന്ധനങ്ങൾ ചെയ്ത് പ്രാണായാമം ചെയ്യാൻ തുടങ്ങി. കാരണം ഇത് ബാക്കി അല്ലാതെ സാധാരണ പ്രാണായാമം എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എല്ലാവരും ആ രൂപത്തിൽ തന്നെ നിൽക്കുന്നത്? അപ്പോ ഒരു സ്പെഷ്യാലിറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ യോഗത്തിൽ ന്യായപ്രകാരം പറഞ്ഞിട്ടുള്ള എല്ലാ ബന്ധനങ്ങളും പ്രാണനെടുക്കുന്ന രീതികളും ഒക്കെ അവലംബിച്ച് ഞാൻ പ്രാണായാമം തുടങ്ങി. ഏതാണ്ട് 1 മാസം ആയപ്പോ പൊക്കിളിന്റെ അവിടുന്ന് ഒരു തീ ഉണ്ടായി. അത് നെഞ്ചിന്റെ അവിടെ വന്നു. പെട്ടെന്ന് നിമിഷത്തിനുള്ളിൽ അത് തലയിൽ വന്നു. ആ തീ മാത്രമായിട്ട് ജ്വലിക്കാൻ തുടങ്ങി. ആ തീ ഉച്ചയുടെ ഭാഗത്തൂടെ പുറത്തുപോയി. പുറത്തു പോയപ്പോ ബാക്കിലുള്ള ഉച്ചക്കൂടെ നമ്മുടെ ഈ തലയുടെ ഉച്ച എന്ന് പറയുന്നത് ബ്രഹ്മരന്ധ്രം, അതിൽ കൂടെ പുറത്തുപോയി. പുറത്തു പോയപ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ആകൃതി, അത് ഞാൻ തന്നെയായിരുന്നു. അതിന്റെ ആകൃതി എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. എന്റെ കൈയുടെ വിസ്താരമാണ് അതിനുള്ളത്. എന്റെ കൈ വിരലുകളെല്ലാം ചേർത്ത് പിടിച്ചാൽ എന്ത് വിസ്താരമുണ്ടോ ആ ഒരു വിസ്താരമാണ്. പ്രപഞ്ചം പൂർണ്ണമായിട്ടും നിൽ സ്റ്റേറ്റിലാണ്. ഇല്ല, പ്രപഞ്ചം എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. സൂര്യൻ ഇല്ല, നക്ഷത്രങ്ങളൊന്നും തന്നെ ഇല്ല.
ആകെ പ്രപഞ്ചത്തിലുള്ളത് ഞാൻ ഈ പറഞ്ഞ ഈ ബോധ രൂപം മാത്രമാണ്. ബോധമാണെന്ന് അറിയുന്നില്ല, ഞാൻ ആണെന്ന് മാത്രം അറിയാം. ഞാൻ എങ്ങോട്ടോ സഞ്ചരിക്കുന്നു. അത് മേളിലോട്ടാണോ താപ്പോട്ടാണോ സൈഡിലോട്ടാണോ എന്നറിയില്ല. എങ്ങോട്ടോ സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിച്ച് കുറെ സഞ്ചരിച്ച് എവിടെയോ പോയി മുട്ടി. എവിടെയോ പോയി മുട്ടിയപ്പോ അത് ഹാർഡ് സർഫസ് ആണെന്ന് മനസ്സിലായി. ആ ഹാർഡ് സർഫസിൽ ഈ മുട്ടിയ ഈ എന്റെ ബോധത്തിന് അറിയാം അവിടെ എന്ത് ചെയ്യണമെന്ന്. അതവിടെ കിഴിച്ചു ഈ ഹാർഡ് സർഫസ്. ഇപ്പൊ മുട്ടയുടെ തോട് പോലുള്ള ഒരു സർഫസ് ആണ്. അതിനെ കിഴിച്ചിട്ട് അതിനകത്തിറങ്ങി. ഇത് വളരെ പ്രയാസപ്പെട്ടാണ് ഇറങ്ങിയത്. അകത്തിറങ്ങിക്കഴിഞ്ഞപ്പോ മുട്ടയുടെ വെള്ള പോലെ തന്നെ ഒരു ഹൈ ഡെൻസിറ്റി ഉള്ള ഒരു ലിക്വിഡാണ് അതിനകത്ത്. ഞാൻ അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ചോദിച്ചോട്ടെ, ഇത് സാറ് ലൈറ്റ് ബോഡി ആയിട്ടല്ലേ പോകുന്നത്? അപ്പോഴെങ്ങനെയാണ് ആ മുട്ടയുടെ ആ ഒരു ഹാർഡ്നെസ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? മുട്ട എന്നൊക്കെ ഞാൻ പറഞ്ഞ് പിന്നീട് അതിനെ ഉപമയിൽ കൊണ്ടുവന്നതാണ്. അപ്പോഴും ഹാർഡ് സർഫസ് ആണെന്ന് കറക്റ്റ് അറിയാം. അത് സ്വയമായിട്ട് അറിയാം. ഫീൽ ചെയ്യുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, ആ സെൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആ ഹാർഡ് സർഫസിനെ ഇതിനറിയാം, ഈ ബോധത്തിനറിയാം ഇത് ഹാർഡ് സർഫസ് ആണെന്നും ഇതിനെ തുരക്കണമെന്നും. അങ്ങനെ അതങ്ങ് തുരക്കുകയാണ്. ഈ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് തുരക്കുന്ന പോലെ തന്നെയാ തുരന്ന് അകത്ത് കയറിയപ്പോ ഒരു ഹൈ ഡെൻസിറ്റി ലിക്വിഡ് നിറച്ചിരിക്കുന്ന പോലെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന ഡെൻസിറ്റി അല്ല, ഒരു ഹൈ ഡെൻസിറ്റി ലിക്വിഡ് പോലെ എനിക്ക് തോന്നി. ഞാനും തന്നെ പറയാം, ഞാൻ ഫുൾ ബോധത്തിലാണ്. ആ ബോധം അത്ര മാത്രമേ ഉള്ളൂ, എന്റെ ശരീരമൊന്നും ഇല്ല അതിന്റെ കൂടെ. അവിടുന്ന് അത് പതുക്കെ ഉയരാൻ തുടങ്ങി. ഈ സാധാരണ വെള്ളത്തിൽ ഒരു വസ്തു വീണാൽ മേപ്പോട്ട് ഉയർന്നു വരുന്ന, അല്ലെ ബലൂൺ വെള്ളത്തിനടിയിൽ വെച്ച് വീർപ്പിച്ച ശേഷം വെള്ളത്തിനടിയിൽ വെച്ച് വിട്ടാൽ എന്താണോ സംഭവിക്കുന്നത്, മേപ്പോട്ട് ഇങ്ങനെ കുതിച്ചു പോരുന്ന പോലെ ഞാൻ പതുക്കെ ആ ഹൈ ഡെൻസിറ്റി ലിക്വിഡിൽ കൂടെ ഉയരാൻ തുടങ്ങി. അങ്ങനെ ഉയർന്ന് എനിക്ക് നമ്മുടെ ഭൂതലത്തിൽ നിന്നും ഈ മുട്ട എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്താൻ എത്ര സമയം വേണ്ടി വന്നു, അതിന് 100 കണക്കിന് സമയം കൊണ്ടാണ് എനിക്ക് ഈ ലിക്വിഡിൽ കൂടി ഉയരാൻ പറ്റിയത്. അങ്ങനെ ഉയർന്നു പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ വളരെ മേളിൽ ഒരു ആകാശം കാണും. അപ്പൊ ഈ ആകാശം എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. ഈ ആകാശത്തെ ലക്ഷ്യമാക്കി ചുമ്മാതെ ഉയരാൻ തുടങ്ങി. ഒരു ഉദ്ദേശവും ഇല്ല, ചുമ്മാതെ ഉയരുകയാണ്. ഫ്ലോട്ട് ചെയ്ത് മേപ്പോട്ട് ഉയരുക. പിന്നീട് എനിക്ക് മുട്ടയുടെ പുറന്തോടുമായിട്ടൊന്നും ബന്ധമില്ല. പിന്നെ ഇത് എന്റെ ഒരു യൂണിവേഴ്സായിട്ട് അങ്ങ് മാറി. ഞാൻ അവിടുന്ന് ഉയർന്ന് മേപ്പോട്ട് പോയി. ഒരു നീല നിറത്തിലുള്ള തോന്നുന്ന ഒരു ആകാശം ഉണ്ടെന്ന് തോന്നി മേളിൽ. ചുമ്മാതെ ഇല്ലാതെ ഉയരുകയാണ്. അങ്ങനെ ഉയർന്ന ആ ആകാശം ഇത്ര ഇനി ദൂരം കിടക്കുന്നു, ഈ ആകാശത്തിലേക്ക് ഉയരാനെന്നൊരു തോന്നലുണ്ട്. അങ്ങനെ ഉയർന്ന് ചെല്ലുമ്പോഴൊരു ഒരു കറുത്ത വര കാണും. അപ്പൊ ഈ കറുത്ത വര എന്താണെന്ന് ശ്രദ്ധിക്കാനുള്ള ബോധം എനിക്കുണ്ട്. അപ്പൊ അത് കറുത്ത വര എന്താണെന്ന് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് കറുത്ത വര അടുത്തെത്തി. അപ്പോഴത്തേക്ക് സമയം ഒരുപാട് എടുത്തു. ആ കറുത്ത വരയുടെ അടുത്ത് എത്തിയപ്പോ ആ കറുത്ത വര ഡിസപ്പിയർഡായി. അപ്പോഴത് ഒരു പറക്കുന്ന അരയന്നത്തിന്റെ നിഴല് പോലെ ഉള്ള ഒരു സാധനമായിരുന്നു. അതിന്റെ തലയുടെ ഭാഗത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. പറക്കുന്ന അരയന്നത്തിന്റെ നിഴലിന്റെ തലയുടെ ഭാഗത്താണ് ഞാൻ തലയുടെ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പരമഹംസമാണ്. അത് ഒന്നും അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ തക്കതില്ല. ഞാൻ അത് തലയുടെ അടുത്ത് എത്തിയപ്പോ ഇതങ്ങ് ഡിസപ്പിയർ ആയ ഭാഗത്ത് അവിടെ ഒരു ചന്ദ്രന്റെ നിറമുള്ള ഒരു സൂര്യൻ നിൽക്കുന്നു. ചന്ദ്രന്റെ നിറമുള്ള സൂര്യൻ. രശ്മി വലുതായിട്ട്, രശ്മി അല്ല പ്രധാനം, അതിന്റെ അഴകാണ്. വളരെ മനോഹരമായ ഒരു സൂര്യൻ. ഞാൻ സൂര്യനെ പോലെ, സൂര്യന്റെ ചൂടൊന്നുമില്ല, ചന്ദ്രനെ പോലെ അത്ര തണുത്തതുമല്ല. ആ സൂര്യന്റെ അടുക്കിലേക്ക് ഞാൻ അടുക്കാൻ തുടങ്ങി. ആ സൂര്യന്റെ അടുക്കിലേക്ക് അടുത്ത്, ആ മനോഹരമായ സൂര്യന്റെ അടുക്കിലേക്ക് അടുത്തടുത്ത് ചെന്ന് അതിലങ്ങ് ലയിച്ചു. പിന്നെ ഞാനില്ല. പിന്നെ ആ സൂര്യൻ മാത്രമേ ഉള്ളൂ. ആ സൂര്യന്
ആ സൂര്യനിൽ നിന്നും കുറെ നേരം ആ സൂര്യനായിട്ട് തന്നെ അവിടെ നിന്നു. ശേഷം സൂര്യൻ എന്തോ തോന്നിയിട്ടാകും, എനിക്കറിയില്ല. ഞാൻ അത് ആ സൂര്യനിൽ നിന്ന് സെപ്പറേറ്റ് ആയി. അമീബ സ്പ്ലിറ്റ് ആകുന്നത് പോലെ ഞാൻ സെപ്പറേറ്റ് ആയി ആ പഴയ എന്റെ രൂപത്തിന് പ്രത്യേകതയുണ്ട്. ഓവൽ ഷേപ്പാണ്, എഗ്ഗിന്റെ ഷേപ്പാണ്. മറ്റേത് റൗണ്ട് ഷേപ്പാണ്. മറ്റേത് റൗണ്ട് ഷേപ്പാണ്. ഞാൻ ഓവൽ ഷേപ്പാണ്. അപ്പൊ ആ ഓവൽ ഷേപ്പിൽ ഞാൻ അതിൽ നടന്നു മാറി. ആ ഓവൽ ഷേപ്പായ ആ സൂര്യന്റെ ഇടതുവശത്ത് നിന്നു. ഇടതുവശത്ത് നിന്നപ്പോ കുറെ നേരം ഇങ്ങനെ നിന്നപ്പോ ഞാനും സൂര്യനും തമ്മിൽ പരസ്പരം നോക്കി. കാരണം രണ്ടും ഏതാണ്ട് സമമാണ്. ഒന്ന് ഷേപ്പ് വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ഓവൽ ഷേപ്പും ആ സൂര്യൻ റൗണ്ടും, ഈ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ഈ ഞങ്ങൾ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പരസ്പരം നോക്കിക്കൊണ്ടിരുന്നപ്പോ എനിക്കൊരു എരപ്പ് കേൾക്കാം. ഒരു വലിയ ആദ്യം ഒരു ചെറിയ എരപ്പായിട്ടാണ് തോന്നിയത്. എന്താ ഈ എരപ്പ് കേൾക്കുന്നത്? എന്തിന്റെ എരപ്പാണ്? അപ്പൊ ഞാൻ വന്ന വഴിയോ എല്ലാം ഞാൻ മറന്നു. അതിനെപ്പറ്റി ഒന്നും ഓർമ്മയില്ല. എന്താണ് എരപ്പ് എന്ന് ശ്രദ്ധിക്കുമ്പോൾ ഈ എരപ്പ് കൂടിക്കൂടി വരികയാണ്. കൂടിക്കൂടി വന്നപ്പോഴത്തേ ഓം എന്നുള്ള എരപ്പാണ്. അത് ഞാൻ കേട്ട് പരിചയമുണ്ടല്ലോ ഈ എരപ്പ് എന്ന് എനിക്ക് തോന്നി. ആ എരപ്പ് എന്റെ അടുക്കലേക്ക് വന്ന് എന്റെ അടുക്കൽ വന്നിട്ട് എന്റെ പുറകിൽ പിടിച്ചു. അപ്പൊ പിന്നെ എനിക്ക് ഈ എരപ്പിനെ കാണാൻ വയ്യ. പക്ഷെ എരപ്പ് പിടിച്ചത് എനിക്കറിയാം. എന്റെ പുറകിലാണ് പിടിച്ചിട്ട് അവിടുന്ന് പതുക്കെ അവിടുന്ന് തന്നെ ആ സൂര്യൻ സമമായിട്ട് നിന്ന ഭാഗത്തും താപ്പോട്ട് വലിച്ചിട്ട് പിന്നെ എരപ്പില്ല. ഇതുവരെ ഉണ്ടായിരുന്ന ഓം എന്നുള്ള സൗണ്ടൊക്കെ തീർന്നു. അത് എരപ്പില്ലാതെ പെതുക്കെ പിടിച്ചുകൊണ്ട് താപ്പോട്ട് വന്ന് ഞാൻ എതിലെയാണോ കയറിയത് അതിലെ കൂടെ തന്നെ അത് തിരിച്ചിറങ്ങി. അപ്പോ അവിടെയും ഒരു പ്രപഞ്ചമുണ്ട്. അപ്പൊ നമ്മളുടെ പ്രപഞ്ചമായിരിക്കാം, ഒരു പ്രപഞ്ചമുണ്ട്. ആ പ്രപഞ്ചത്തിന് പുറത്ത് വന്നിട്ട് അവിടെ നിന്നിട്ട് പിന്നെ എനിക്ക് കാര്യമായ ഫങ്ഷൻസ് ഒന്നുമില്ല. ഈ ശക്തിയാണ് പിന്നെ ചെയ്യുന്നത്. ശക്തി എന്നെ ഭ്രമിപ്പിക്കാൻ തുടങ്ങി. ഈ ഇടംബലം ഭ്രമിപ്പിക്കുക. നമ്മളൊരു കൈ ആണെങ്കിൽ പോലും ഇങ്ങനെ ഇടംബലം ഭ്രമിപ്പിക്കുന്ന പോലെ തന്നെ ഈ ബോധത്തെ സ്വയം ഇടംബലം ഭ്രമിപ്പിക്കാൻ തുടങ്ങി, ചലിപ്പിക്കാൻ തുടങ്ങി. ചലിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇതിനകത്തുനിന്ന് കുറെ വസ്തുക്കൾ ഉണ്ടാകുന്നു. ഇതെന്താണെന്ന് നോക്കിയപ്പോ ഈ പല വസ്തുക്കളും തിളങ്ങുന്നതും തിളങ്ങാത്തതുമായ ഭൂമി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കാണാം. അപ്പോഴത്തേക്ക് എനിക്ക് ആ ഭൂമിയിലെ എന്റെ ശരീരം കാണാം. ഞാൻ ആ ശരീരത്തിലേക്ക് എന്റെ അടുത്തേക്ക് വരികയാണ്. വന്ന് തലയെ കൂടെ ഇറങ്ങിയ ഭാഗമാണെന്നും അറിയില്ല, എന്റെ ശരീരമാണെന്നും അറിയില്ല. ആദ്യം ഈ ശക്തിയാണ് അകത്ത് കയറിയിട്ട് എന്നെ പിതുക്കെ ഉച്ചയിൽ കൂടെ പിടിച്ച് അകത്തോട്ട് എടുത്ത് മുഖത്തിന്റെയും തലയുടെ മധ്യഭാഗത്തൂടെ പിടിച്ച് ഓവലായിട്ടുള്ളതിന്റെ ആ വീതി കൂടിയ ഭാഗം മേളിലും വീതി കുറഞ്ഞ ഭാഗം താഴെയായിട്ട് ഇങ്ങനെ താപ്പോട്ട് ചലിച്ച് നട്ടലിന്റെ അടിവരെ എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി എന്റെ ബോധത്തിന്റെ തലഭാഗമാണ് ഏതോ ശരീരത്തിന്റെ അടിഭാഗത്ത് തിരിക്കുന്നു തോന്നി. എന്റെ ശരീരമല്ല, ഏതോ ശരീരത്തിന്റെ. അപ്പൊ അത് സ്വയമേവ തിരിയാൻ തുടങ്ങി. തിരിഞ്ഞ് അതിന്റെ ആ ബോധത്തിന്റെ തല മേളിൽ വന്നു. അതായത് ആ മുട്ടയുടെ കൂർത്ത ഭാഗം പോലുള്ള ഭാഗം മേളിൽ വന്നു. അതിന്റെ വീതി കൂടിയ ഭാഗങ്ങൾ താപ്പോട്ടും വന്നു. ബോധത്തിന്റെ മുഖം എന്റെ പുറയിലായി. ബോധത്തിന്റെ പുറകാണ് എന്റെ മുഖത്തിരിക്കുന്നത്. അത് വീണ്ടും ഇങ്ങനെ വെട്ടി വലതുവശത്തോട്ട് തിരിയാൻ തുടങ്ങിയപ്പോഴത്ത് അതിന്റെ ബോധത്തിന്റെ ഇടത് കണ്ണ് ബോധത്തിന്റെ വലത് കണ്ണ് എന്റെ ഇടത് കണ്ണിൽ വന്ന് കയറി. അപ്പോഴെനിക്ക് കാണാൻ വയ്യ. വീണ്ടും അത് വെട്ടി തിരിയാൻ തുടങ്ങി. ബോധത്തിന്റെ വലത് കണ്ണ് എന്റെ വലത് തന്നെ കണ്ണിൽ തന്നെ വന്ന് കയറിയപ്പോ ബോധത്തിന്റെ ഇടത് കണ്ണ്
ഇടത് കണ്ണിലും വന്ന് കയറി. അപ്പൊ എന്തോ ഒരെണ്ണം മൂക്കിലും വന്ന് കയറി. പിന്നീട് ഞാൻ അറിയുന്നതാണ് മൂക്കാണെന്നും എനിക്കറിയില്ല. അപ്പോഴേക്കും ഈ ശരീരം ഏതോ ഒരു ശരീരത്തിനകത്താണ് പെട്ടത് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. ആ ശരീരത്തില് അങ്ങനെ കുറെ നേരം അനങ്ങാതെ ഇരുന്ന ശേഷം ഞാന് പെട്ടെന്ന് ശ്വസിക്കണമെന്ന് തോന്നി. മൂക്കിൽ കൂടെ ശ്വസിക്കാൻ ശ്രമിച്ചപ്പോൾ മൂക്കിനകത്ത് മുഴുവൻ ശ്വസിക്കേണ്ട ഭാഗം മുഴുവൻ എന്തുകൊണ്ട് അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ പിന്നെ അത് ശ്വസന പ്രക്രിയ സ്റ്റോപ്പാക്കിയിട്ട് ചുമ്മാതിരിക്കുക എന്ന് വിചാരിച്ചു. കുറെ കഴിഞ്ഞപ്പോ അത് ശ്വസിക്കാൻ തുടങ്ങി പതുക്കെ. അപ്പൊ മൂക്കിനകത്തുനിന്ന് കുറെ അഴുക്കെല്ലാം കൂടെ പുറത്തേക്ക് വീണു. അപ്പൊ അതിങ്ങനെ അപ്പോഴത്തേക്ക് എനിക്ക് ശ്വസിക്കാറായി, കണ്ണ് കാണാറായി. പിന്നെ ഞാനായിട്ട് മാറി, എന്റെ ശരീരം ഞാനായിട്ട് മാറി. ഇതായിരുന്നു എന്റെ ആദ്യ അനുഭവം. പക്ഷെ ഇതെന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതെന്താണ് ഞാൻ ഇപ്പൊ പറയുമ്പോൾ എനിക്ക് ഈ കേൾവിക്കാർക്ക് കുറെ കൂടെ മനസ്സിലാകും എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് മനസ്സിലാകും. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോ ഇത് അറിയാവുന്ന ആൾക്കാർ ആശ്രമത്തിൽ ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പല ആശ്രമങ്ങളും നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി. കൂടാതെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഒരു പുസ്തകത്തിനകത്തും ഒന്നും കിട്ടിയില്ല. അവസാനം അന്വേഷിച്ചിട്ട് ഒരു ആശ്രമത്തിൽ ചെന്നപ്പോ ഇത് ഏതോ ഒരു പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട് എന്ന് അവിടുത്തെ ഒരു ശിഷ്യൻ പറഞ്ഞു. പാലക്കാടുള്ള ഒരു സാമാന്യം ഭേദപ്പെട്ട ആശ്രമമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കുമോ, ഒന്ന് നോക്കി എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. എടുത്തു തരാമെന്ന് പറഞ്ഞപ്പോ കൊണ്ടുവന്ന് തന്നത് ഈ ശ്രീരാമകൃഷ്ണ ദേവന്റെ വചനാമൃതമാണ്. ഇതിനകത്ത് ഏത് ഭാഗത്താണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് അദ്ദേഹത്തിനും അറിയില്ല. വലിയ പുസ്തകം, 4 വോളിയമുള്ള പുസ്തകം. ആ വചനാമൃതത്തിന്റെ 4ാം വോളിയത്തിലാണ് ഇത് കിടക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചപ്പോൾ ഇത് വിവേകാനന്ദന് സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ പകുതി ഭാഗമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ അതെല്ലാം വായിച്ചു നോക്കിയപ്പോൾ വിവേകാനന്ദന് ആ തലയിൽ നിറഞ്ഞ സമയത്ത് തന്നെ ഗുരു ഓടി വന്ന് അദ്ദേഹത്തിന്റെ തലയ്ക്കടിച്ച് ഇത്രയും മതിയെന്ന് അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് കിട്ടിയപ്പോ ആ ഒരു അനുഭവം ഇതൊരു വല്ലാത്ത അനുഭവമായി പോയി. ഇത് വളരെ കാരണം പിന്നീട് എപ്പോ ശ്വാസം പിടിച്ചു നിർത്തിയാലും ഈ ബോധം പുറത്തേക്ക് ചാടുക. അപ്പൊ ബോധം പുറത്തേക്ക് ചാടിയാലുള്ള കുഴപ്പം ഭൂമി അങ്ങ് തിരിയും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഭൂമിക്ക് നേരെ എതിരാകും. നമ്മൾ നടക്കുന്നത് തലകൊണ്ടാകും. ഇപ്പോ ഓടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ മുറിക്കകത്ത് വെച്ചാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ മേളിലത്തെ റൂഫിൽ കൂടാണ് നമ്മൾ ഉച്ച ഇഴുക്കാൻ പാടാണ് ഓടുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ മുറിക്കകത്ത് തട്ടി വീഴുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇരിക്കെ ഞാന് ഈ പുസ്തകം കണ്ടുപിടിച്ച് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു ഇതിന്റെ പോകാൻ വഴി വല്ലതും ഉണ്ടോ. പുള്ളിക്ക് അദ്ദേഹത്തിന് അതിനെപ്പറ്റി അറിയില്ല. എന്തായാലും അദ്ദേഹത്തെ കൊണ്ട് ഒരു ക്രിയ ചെയ്യിച്ച് എന്തായാലും ഈ ബോധം ഉണരുന്ന പ്രക്രിയ ഞാൻ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച ശേഷം പിന്നീടാണ് എനിക്ക് കുറെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്. പിന്നെ കുറെ കാര്യങ്ങൾ അറിയാനും പറ്റിയത്. അപ്പോൾ പിന്നീട് സാറിന്റെ ഈ ഫെലോ നിരീശ്വരവാദി ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അവരുമായിട്ട് സാറ് ഈ സമയങ്ങളിലെല്ലാം ടച്ചിലായിരുന്നു? ഇല്ല, അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അതോടെ വിട്ടു. കാരണം ഇത് അവരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാല് ഞാൻ നന്നാവില്ലമ്മാവ എന്നെ തല്ലണ്ടെന്ന് പറയുന്ന ഒരു ശൈലിയാണ് അവർക്കുള്ളത്. അതാണ് അവരുടെ ശൈലി. ഞാൻ പിന്നെ ഉറക്കം നടിക്കുക. അതുകൊണ്ട് ഞാൻ പിന്നെ അവരുടെ യാതൊരു ഫങ്ഷൻസിന് ഞാൻ പിന്നെ പോയിട്ടില്ല. അപ്പൊ അവർക്ക് കുറെ ഫങ്ഷൻസ് ഉണ്ട്. കുറെ ഈ ഹിപ്നോട്ടിസം പോലുള്ള കാര്യങ്ങളും കുറെ തീ കൂടെ നടക്കുക, കുറെ അതും ഇതുമൊക്കെ ആൾക്കാരെ ബോധിപ്പിക്കാൻ ഇത് അത്രയൊക്കെ ഉള്ളൂ എന്ന് കാണിക്കുന്ന, കയ്യിൽ നിന്നും ഭസ്മം എടുക്കുക, മറ്റേത് ഇതൊക്കെ അത് പഠിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യും. ഈ പരിപാടികളൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിന് അർത്ഥമുണ്ട്. ദൈവം എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അഥവാ പരമമായ ഒരു ബോധമുണ്ട്. അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം നിയന്താതാവ്. പിന്നീടാണ് ഇത് മനസ്സിലാകുന്നത്. പിന്നെ ശരിക്കും മനസ്സിലായത് ഞാൻ തന്നെയാണ് മനസ്സിലായത്. ഇത് ബ്രഹ്മാണ്ടമായിരുന്നു ഞാൻ കയറിയ മുട്ട.
ബ്രഹ്മാണ്ടമായിരുന്നു. ബ്രഹ്മത്തിന്റെ മുഴുവനുള്ള അണ്ടമായിരുന്നു. അതിനകത്തെ ബോധത്തിലാണ് ഞാൻ എത്തിയത്. അപ്പോ അതൊക്കെ വളരെ ചന്ദ്രനെ പോലുള്ള ആ ഒരു അതെന്താണ്? അത് പരമബോധമാണ്. ആ പരമബോധമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്. ഓക്കെ. യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്. ആ പരമബോധമാണ് ഈശ്വരൻ. അദ്ദേഹത്തിന് എല്ലാ അറിവുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യുന്നതും പുറത്തുള്ള ശക്തി വരണമെന്ന് അദ്ദേഹം വിചാരിച്ചപ്പോഴാണ് വന്നത്. അത് അദ്ദേഹം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അദ്ദേഹം വിചാരിച്ചപ്പോഴാണ് ആ ശക്തി ഈ പുറത്തുനിന്ന് അവിടെ എത്തിയത്. അപ്പൊ അത് എത്ര 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 കോടാനുകോടി കിലോമീറ്റർ എന്നോ മറ്റോ പറഞ്ഞാൽ, അല്ലെ യുഗങ്ങൾക്കോ അപ്പുറത്തു നിന്നാണ് ഇത് വരുന്നത്. അതുപോലും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. അപ്പം നാദം എന്നുള്ളത് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിലേക്കുള്ള ഒരു മീഡിയമാണ്. നാദം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ കോൺഷ്യസിലേക്ക് ശക്തി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ്, ശബ്ദതരംഗമാണ്. ശക്തിയാണ് വന്നത്. ശക്തി ആ യൂണിവേഴ്സലിനകത്തൂടെ അതൊരു പിണ്ഡാണ്ടമാണല്ലോ. ആ പിണ്ഡാണ്ടത്തിനകത്ത് ശക്തി സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് ഓങ്കാരം. ഞാൻ കേട്ടത് അങ്ങനെയാണ്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകാം. ഞാൻ കേട്ടത് അങ്ങനെയാണ്. ശരിയാണ്.